Today we are going to discuss about meaning of demand and factors influencing demand. The term demand, it is different to different persons. But here we are going to discuss what is the meaning of demand in economics. Demand is the quantity of goods that the customers are ready and willing to buy at several prices during a given time frame. Demand simply means a consumer's desire to buy goods and services without any hesitation and pay the price for it. I will tell you an example. ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഒരു റോളക്സ് വാച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് റോളക്സ് വാച്ച് വാങ്ങിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല, കപ്പാസിറ്റി ഇല്ല. പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തിന് റോളക്സ് വാച്ച് വാങ്ങിക്കണം എന്ന ആഗ്രഹമുണ്ട്, കയ്യിൽ അതിനുള്ള കാശുമുണ്ട്. പക്ഷേ ഇത്രയും കാശ് മുടക്കി റോളക്സിൻ്റെ വാച്ച് തന്നെ വാങ്ങിക്കണോ എന്നൊരു ഹെസിറ്റേഷനുണ്ട്. പക്ഷെ അടുത്ത സുഹൃത്തിന് റോളക്സ് വാച്ച് വാങ്ങിക്കണം എന്ന ആഗ്രഹമുണ്ട്, കയ്യിൽ അതിനുള്ള കാശുണ്ട്, അത് മുടക്കാനുള്ള മനസ്സുമുണ്ട്. That is demand. So, for constituting demand, there should be three elements: desire, ability, willingness to pay. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ എനിക്ക് നല്ല ഡിസയർ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിന് ഡിസയർ ഉണ്ടായിരുന്നു, എബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഡിമാൻഡ് ആവുമോ? ഇല്ല. ഏതുകൂടി വേണം? പണം മുടക്കാനുള്ള മനസ്സും കൂടി വേണം. സോ there should be three elements: desire, ability and willingness to pay. So we can say that demand is the desire backed by ability and willingness to pay for a commodity. ഒരു കമ്മോഡിറ്റി വാങ്ങാനുള്ള ആഗ്രഹത്തെ പിന്തുണയ്ക്കാൻ പണം നൽകാനുള്ള കഴിവും സന്നദ്ധതയും ഉണ്ടെങ്കിൽ അതാണ് ഡിമാൻഡ്. ഓക്കെ, സോ ഡിമാൻഡ് ഈസ് the desire backed by ability and willingness to pay for a commodity. Now, let us see what are the factors influencing demand. First one, price of the product. Price of the product is one of the important factor which is influencing demand. The higher the price of the commodity, lower the quantity demanded. Lower the price, higher the quantity demanded. There is always an inverse relationship between price of the product and amount of the product consumers are willing and able to pay. Inverse relationship means negative relationship. ഒരു പ്രോഡക്റ്റിൻ്റെ വിലയും ആ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും, ദാറ്റ് മീൻസ് ഡിമാൻഡും തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. Consumers want to buy more of a product at a low price and less of a product at a high price. എപ്പോഴും ഒരു പ്രോഡക്റ്റിൻ്റെ വില കുറയുമ്പോൾ കൺസ്യൂമേഴ്സ് കൂടുതൽ വാങ്ങിക്കുകയും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റ് കുറച്ച് ഡിമാൻഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഡിമാൻഡഡ്, that is consumers are willing and able to buy, is often referred to as law of demand. Price of the product and quantity of the product demanded, ഇത് തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് ഇസ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. സെക്കൻഡ് വൺ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ ഇൻകം. ഇതാണ് മറ്റൊരു ഫാക്ടർ. A rise in consumers' income raises the demand for a commodity and a fall in his income reduces the demand for it. ഒരു കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിൻ്റെ ഇൻകം കൂടുമ്പോൾ ആ ഉപഭോക്താവ് കൂടുതൽ കമ്മോഡിറ്റി വാങ്ങിക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ അതേസമയം ഇൻകം കുറയുമ്പോഴോ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് കുറയാനുള്ള പ്രവണതയും കണ്ടുവരാറുണ്ട്, അല്ലേ? For most goods, there is a positive or direct relationship between
കൺസ്യൂമേഴ്സ് ഇൻകം ആൻഡ് എമൗണ്ട് ഓഫ് ദ ഗുഡ് ദറ്റ് വൺ ഇസ് വില്ലിംഗ് ആൻഡ് ഏബിൾ ടു ബൈ. ഉപഭോക്താവിന്റെ വരുമാനവും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ഫോർ ദീസ് ഗുഡ്സ് വെൻ ഇൻകം ഫോൾസ്, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് വിൽ ഡിക്രീസ്. ആ സമയത്ത് ഡിമാൻഡും എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, we call these type of goods as normal goods. So second factor which influence demand is income of the consumer. Next one, price of related goods. Think about two goods that are typically consumed together. ഒരുമിച്ച് ഉപയോഗിക്കുന്ന രണ്ട് ഗുഡ്സ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, ബ്രെഡ് ആൻഡ് ക്രീം ചീസ്. We call these type of goods as complementary goods. അല്ലെ, ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഗുഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്നാണ്. If the price of a bread goes up, law of demand tells us that we will be willing to buy fewer bread. ബ്രെഡിന്റെ വില കൂടിയാൽ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബ്രെഡ് വാങ്ങിക്കാനുള്ള പ്രവണത കുറയുമെന്നാണ്. ബട്ട് ഇഫ് യു വാണ്ട് ഫ്യൂർ ബ്രെഡ്, we will also want to use lesser cream cheese. ബ്രെഡിന്റെ ഡിമാൻഡ് കുറയുമ്പം സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം ഉപയോഗിക്കുന്ന ചീസിന്റെ ഡിമാൻഡും കുറയും. Therefore, an increase in price of the bread means we want to purchase less cream cheese. So we can summarize that when two goods are complementary goods, there exists inverse relationship between price of one good and demand for the other good. രണ്ട് പ്രോഡക്റ്റുകൾ കോംപ്ലിമെന്ററി പ്രോഡക്റ്റുകൾ ആണെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ വിലയും മറ്റേ പ്രോഡക്റ്റിന്റെ ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ്, സം ഗുഡ്സ് ആർ കൺസിഡേർഡ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ വൺ അനദർ. യു ഡോണ്ട് കൺസ്യൂം ബോത്ത് ഓഫ് ദം ടുഗദർ. ഒരുമിച്ച് ഉപയോഗിക്കാത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഗുഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, for some people coke and pepsi are substitutes. രണ്ടും പകരത്തിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ, coke and pepsi. If the price of coke increases, this may make pepsi more relatively attractive. കോക്കിന്റെ വില കൂടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കൺസ്യൂമേഴ്സ് പെപ്സിയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനുള്ള പ്രവണത കണ്ടുവരാറുണ്ട്. The law of demand tells us that fewer people will buy coke. Some of these people may decide to switch to Pepsi instead. Therefore, increasing the amount of Pepsi that people are willing and able to buy. So we can summarize that when two goods are substitutes, there is positive relationship between price of one good and demand for the other good. Substitute, രണ്ട് പ്രോഡക്റ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ആണെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസും മറ്റേ പ്രോഡക്റ്റിന്റെ ഡിമാൻഡും തമ്മിൽ നിലനിൽക്കുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. കോക്കിന്റെ വില കൂടി, അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഏതിലേക്കാണ് സ്വിച്ച് ഓവർ ചെയ്യുന്നത്? പെപ്സിയിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ പെപ്സിയുടെ ഡിമാൻഡ് കൂടുന്നു. ദാറ്റ് മീൻസ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് അവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഒരു കൺസ്യൂമറിന്റെ ടേസ്റ്റും പ്രിഫറൻസും. There are all kinds of things that can change one taste or preferences that cause people to want to buy more or less of a product. നമ്മുടെ ടേസ്റ്റിനെയും പ്രിഫറൻസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് കാണും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ സെലിബ്രിറ്റി എൻഡോഴ്സസ് ഓർ സപ്പോർട്ട് എ ന്യൂ പ്രൊഡക്റ്റ്, ഒരു സെലിബ്രിറ്റി പുതിയൊരു പ്രോഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ആവശ്യം വർദ്ധിപ്പിക്കും. ദിസ് മേ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. ഓൺ ദി അതർ ഹാൻഡ്, if a new health study comes out saying that something is bad for your health, this may decrease the demand for the product. ഒരു സ്റ്റഡി വരികയാണ്, ഒരു സ്റ്റഡി വന്നിട്ട് പറയുകയാണ് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ഇത് ഹെൽത്തിന് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ്. സോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് is also one of the factor which influences demand for the product. Next one, കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്. ഉപഭോക്താവിന്റെ എക്സ്പെക്ടേഷൻസ് അതും പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്.
It doesn't just matter what is currently going on. One's expectation for the future can also affect how much of a product one is willing and able to buy. ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, if you hear that Apple will soon introduce a new version of iPad, consumers may decide to wait to buy an iPad until the new product comes out. ഐപാഡിന്റെ ന്യൂ വേർഷൻ ഉടനെ ആപ്പിൾ ഇറക്കുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ പീപ്പിൾ ഡിസൈഡ് ടു വെയിറ്റ്. ദേ ആർ ഡിക്രീസിങ് ദ കറന്റ് ഡിമാൻഡ് ഫോർ ഐപാഡ് ബിക്കോസ് ഓഫ് വാട്ട് ദേ എക്സ്പെക്ട് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ പുതിയ ഒരു ഐപാഡിന്റെ വേർഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിലെ ഐപാഡിന്റെ ഡിമാൻഡ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻ ഇസ് ഓൾസോ ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. Next one, number of consumers in the market. As more or fewer consumers enter the market, this has a direct effect on the amount of the product that consumers are willing and able to buy. For example, an ice cream shop located near a college will have more demand and thus higher sales, but sales will be low during vacation time. ഒരു കോളേജിനടുത്ത് ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോളേജ് നടക്കുന്ന ടൈമിൽ ഐസ്ക്രീമിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും അല്ലേ, കമ്പയർ ടു വെക്കേഷൻ ടൈം. വെക്കേഷൻ ടൈമിൽ അത്രത്തോളം ഡിമാൻഡ് കാണില്ല. ഇൻ ദ വെക്കേഷൻ ടൈം ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് വിൽ ഡിക്രീസ് ബിക്കോസ് ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദ ഏരിയ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിക്രീസ്ഡ്. Okay, so these are the different factors which influencing demand for the product. So demand means demand is the desire backed by ability and willingness to pay for a particular commodity. There are different factors which influencing demand. Main factors are price of the product, income of the consumer, price of related goods, then taste and preference of the consumer, consumers' expectations, number of consumers in the market. Hope that you understood the concept of demand. Thank you.